മൊയ്ത്രയെ പ്രകാശവേഗത്തിലാണ് കുറ്റാരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ അവരെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. ഇന്നലെ പാസ് അനുവദിച്ച എം പിയെക്കുറിച്ചൊരു മുണ്ടാട്ടം പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഇന്നിപ്പോൾ അമിത്ഷായുടെ പ്രസ്താവന ഇല്ലാത്തതിൽ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള കോൺഗ്രസ് എം പിമാരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഈ വിഷയമൊക്കെ ഏത് നിലയിലാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്, എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ഞാൻ കാണുന്നത് ആ നിലയിലാണ്. പുൽവാമ ഉണ്ടായപ്പോൾ അതൊരു രാജ്യത്തിൻ്റെ വലിയ ഇൻ്റലിജൻസ് ഫെയിലിയർ ആയിരുന്നു അല്ലേ. ആ ഇൻ്റലിജൻസ് ഫെയിലിയറിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ബാലക്കോട്ട് ആക്രമണം എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്ത പാർട്ടിയാണ് BJP NDA. അതുപോലെ ഒരു വിഷയമായിപ്പോയില്ല ഇത് എന്നുള്ളത് കൊണ്ട്, ഇത് തങ്ങളുടെ വീഴ്ചയല്ലാതെ വേറെ ഒന്നും ഇതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ചർച്ച ഒഴിവാക്കി കളഞ്ഞു.